ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരുടെ ഇഷ്ട നടൻ ഒപ്പം തന്നെ കുടുംബ പ്രേക്ഷകരുടെ സ്വന്തം ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ ആ സിനിമയുടെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് വെള്ളിയാഴ്ച പോലും സിനിമ ബുക്ക് മൈ ഷോയിൽ 1 മണിക്കൂറിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. കഴിഞ്ഞ മണിക്കൂറിൽ 1000-ലധികം ടിക്കറ്റുകളാണ് സിനിമയുടെ പേരിൽ വിറ്റഴിച്ചിരിക്കുന്നത്. വീണ്ടും ബുക്ക് മൈ ഷോയിൽ മണിക്കൂർ ട്രെൻഡിങ്ങിൽ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഒരു പവർ എന്താണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരുപാട് ക്ലാഷ് റിലീസുകൾക്കിടയിൽ എമ്പുരാൻ തെളിയിക്കുകയാണ്. ഇന്നത്തെ നൈറ്റ് ഷോസിനെല്ലാം തന്നെ കൂടുതൽ മികച്ച ഫാസ്റ്റ് ഫിലിം ഷോസ് എല്ലാം തന്നെ ഇതിനോടകം തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ സിനിമയ്ക്ക് 50 ലക്ഷത്തോളം കളക്ഷൻ വന്നാലും അത്ഭുതപ്പെടാനായിട്ടില്ല. എന്തായാലും ഇന്നത്തെ വെള്ളിയാഴ്ച ബുക്കിംഗ് നൽകുന്ന സൂചന വിഷു വരെയുള്ള അടുത്ത 3 ദിവസങ്ങളിലും സിനിമയ്ക്ക് നല്ല രീതിയിൽ ട്രാക്കിംഗ് കളക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അങ്ങനെ എമ്പുരാൻ വളരെ മികച്ച കേരള ഗ്രോസ് നേടിയെടുത്ത് പിന്നെയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എമ്പുരാന്റെ ഈ കാണുന്ന ഏറ്റവും പുതിയ പോസ്റ്റേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. വാൾ പോസ്റ്റേഴ്സ് ആണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. വിഷു ഈസ്റ്റർ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ലാലേട്ടനും പൃഥ്വിരാജും ഒപ്പം തന്നെ സിനിമയുടെ 250 കോടി ടാഗും ഒപ്പം തന്നെ 20ാം ദിവസത്തിലേക്ക് കിടക്കുന്ന എമ്പുരാന്റെ ടാഗ് എല്ലാം തന്നെ ആ പോസ്റ്ററിലുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ എമ്പുരാൻ എന്ന സിനിമയുടെ ഒരു തരംഗമാണ് ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ വേനൽ മഴ അത്ര ശക്തമല്ലായിരുന്നു. എന്നാൽ എമ്പുരാന്റെ റിലീസിന് ശേഷം കേരളത്തിൽ വേനൽ മഴയുടെ കാര്യത്തിൽ കാര്യമായ വർധന വന്നിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ വിമർശകരുടെ കണ്ണീർ കൂടി ആ വേനൽ മഴയിൽ ഉണ്ടാകാമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ വിമർശകരെല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ട് എമ്പുരാൻ വിഷു നാളിലും തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ഇനി വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഇന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടെല്ലാം തന്നെ നേരത്തെ അറിയിക്കാതെ പോയ മരണമാസം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ബേസൽ സിനിമയ്ക്ക് ഇന്ന് മികച്ച ട്രാക്കിംഗ് കളക്ഷൻ വർധന വന്നിരിക്കുകയാണ്. ഇന്ന് 50 ലക്ഷത്തിന് മുകളിൽ സിനിമയ്ക്ക് കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിരിക്കുന്നു. ഇന്നലെ 1 ലക്ഷം കേരള ഗ്രോസ് ആദ്യ ദിവസം വന്ന സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ 1,20 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2 ദിവസത്തെ മരണമാസന്റെ കേരള ഗ്രോസ് 2,20 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നു. ആദ്യ ദിവസം സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 17 ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ. ആകെ 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 3-4 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ മരണമാസം എന്ന ടൊവിനോ നിർമ്മിച്ച ബേസൽ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.